മൗനരാഗം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കിരൺ കഴിഞ്ഞ എപ്പിസോഡിൽ കിരൺ നമ്മുടെ രൂപയോട് സംസാരിക്കുകയാണ്. കാരണം കുഞ്ഞിനെ കൊണ്ട് മനോഹരനെ കാണിക്കുന്ന കാര്യമൊക്കെ. അപ്പോൾ രൂപ ലാസ്റ്റ് പറയുവാണ് അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം സരയുവിന് അങ്ങനെ അറിയേ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സരയു തീർച്ചയായിട്ടും കുഞ്ഞിനെ ഇവിടുന്ന് മാറ്റും. അത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, നിൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് അത് വിഷമം ഉണ്ടാക്കുന്നത്. കാരണം കൺമണി മോൾ ഞങ്ങളോട് അത്ര അടുത്ത് പോയി എന്ന് പറയുവാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ അത്രയ്ക്കായില്ലേ എന്ന് കിരൺ ചോദിക്കുകയാണ്. അപ്പോൾ രൂപ പറയും, ഞങ്ങൾ സരയുവിനെ വളർത്തിയതുപോലെയാണ്, കുറച്ച് ലാളന കൂടിപ്പോയി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയുവാണ് കേട്ടോ രൂപ. എന്തായാലും സരയുവിനെ പോലെ ഒരിക്കലും കൺമണി മോളാവില്ല. അവൾക്ക് ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട സ്നേഹം മാത്രമേ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ, അവളെ നന്നായിട്ടേ വളർത്തുള്ളൂ എന്നൊക്കെ രൂപ പറയുവാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ സിറ്റുവേഷനാണ്. ഹോസ്പിറ്റലിൽ മനോഹർ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന കിരൺ അങ്ങോട്ട് ചെല്ലുന്നതാണ് കേട്ടോ. മനോഹർ ഇങ്ങനെ ആകെ ശോകമുഖമായി കിടക്കുവാണ്. അങ്ങോട്ടെത്തുന്ന കിരണിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ മനോഹർ ചോദിക്കണം, ആ സാർ ഒറ്റയ്ക്കുള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, എടാ ഞാൻ നിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നതാണ്. പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സരയു പെട്ടെന്ന് അങ്ങോട്ട് വന്ന് അവൾക്കിന്ന് ശമ്പളം കിട്ടിയ ദിവസമാണ്, അതുകൊണ്ട് അവൾ കുഞ്ഞിനെയും കൊണ്ട് പുറത്തു പോയി. അല്ല, കുഞ്ഞിന് അസുഖ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അങ്ങനെ എന്തെങ്കിലും വന്നാലും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ അവിടെ ആളുണ്ടല്ലോ എന്ന് പറയുവാണ്. അപ്പം കിരൺ ചോദിക്കുക, എന്താ നിൻ്റെ കുഞ്ഞിന് അസുഖം വരണോ? അല്ല, ഇനി കുഞ്ഞിന് എന്തെങ്കിലും അസുഖം വന്നാൽ ഈ ഹോസ്പിറ്റലിലേക്കായിരിക്കുമല്ലോ കൊണ്ടുവരുന്നത്, അങ്ങനെയെങ്കിലും നിനക്ക് മോളെ കാണാമെന്ന് കരുതിയിട്ട് നീ പ്രാർത്ഥിക്കുവാണോ മനോഹറെ എന്ന് ചോദിക്കുമ്പോൾ, അതിന് പഴയ മനോഹറല്ല സാറേ, ഞാൻ അങ്ങനെ ഒരിക്കലും എൻ്റെ മോൾക്ക് ഒരു അബദ്ധം വരരുതും അല്ലെങ്കിൽ അസുഖങ്ങളൊന്നും വരരുതെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു അച്ഛനാണ്. അപ്പോൾ മനോഹർ പറയണേ, സാറേ ഇപ്പോൾ എൻ്റെ മോളുടെ ഏത് വളർച്ചയുടെ ഘട്ടങ്ങളിലും ഞാനൊരിക്കലും അവളുടെ അടുത്തേക്ക് ചെല്ലില്ല. അപ്പോൾ കിരൺ പറയട, വേറെ ഒന്നും കൊണ്ടല്ലടാ, ഇപ്പോൾ അവളെ സ്കൂളിൽ അയക്കുമ്പോഴോ ഒക്കെ നീ അച്ഛനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ആ കുഞ്ഞിൻ്റെ ലൈഫിനെ ബാധിക്കും. അപ്പോൾ ഇല്ല, എനിക്ക് ദൂരെ നിന്നൊന്ന് കണ്ടാൽ മാത്രം മതി, അത്ര എനിക്ക് കിരണോടും കല്യാണോടൊക്കെ ആവശ്യപ്പെടാനുള്ളൂ എന്ന് പറയുകയാണ്. കിരൺ സാറോടും കല്യാണോട് ആവശ്യപ്പെടാനുള്ളൂ എന്നൊക്കെ പറയുവാണ് മനോഹർ. എൻ്റെ ഈ അവസ്ഥയിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിഷമമുണ്ട്, പക്ഷേ എങ്കിൽ പോലും നീ നിൻ്റെ പേരോ അല്ലെ മനോഹർ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് ഭ്രാന്ത് പിടിച്ച അവസ്ഥയാണ്. കാരണം അതിനൊക്കെ ഉത്തരവാദി നീ തന്നെയാണ് അവളെ ഈ ഒരു അവസ്ഥയിലോട്ട് എത്തിച്ചതിന്. ഇനി അവളുടെ വിലക്ക് ഭയന്ന് ഞാനും കല്യാണിയും കൂടി കൺമണി മോളെ ഇവിടെ കൊണ്ടുവന്നാൽ പിന്നെ ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റുന്നതായിരിക്കത്തില്ല. സരയു വേണമെങ്കിൽ മോളെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് മാറി വേറെ എങ്ങോട്ടെങ്കിലും ജോലി ഉപേക്ഷിച്ച് പോവും, അങ്ങനെ പോയി നിൻ്റെ മോളുടെ കാര്യം കഷ്ടത്തിലാവൂടാന്ന് പറയുവാണ്. മനോഹർ പറയണം, വേണ്ട സാറേ, അത്രയ്ക്ക് റിസ്ക് ഒന്നും എടുത്തിട്ട് വരണ്ടെന്ന് പറയുവാണ്. മുറിവുകൾക്ക് കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, മിക്കവാറും വാർഡിലേക്ക് മാറ്റും, വാർഡിൽ നിന്ന് പിന്നെ ജയിലിലേക്കും എന്ന് പറയാം. അപ്പോൾ കിരൺ പറയടാ, സരയു വാടകയ്ക്ക് എടുക്കുന്നവരോ അല്ലെ സരയു നിൻ്റെ ജീവൻ എടുക്കാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചു എന്ന് പറയുവാണ്. കിരൺ പറയാ, ശരിയടാ ഞാനെന്നാൽ പോവുകയാണെന്നും പറഞ്ഞിട്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ബീച്ചാണ് കേട്ടോ. ബീച്ചിൽ തിരയടിക്കുന്നുണ്ട്, നമ്മുടെ സരയു അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ സരയുവിൻ്റെ കുഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ഓട്ടോറിക്ഷ വരികയാണ്. അപ്പോൾ സരയു ഇടയ്ക്ക് ഫോണിൽ ആരെയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി വരുന്ന മനോഹറാണ് കേട്ടോ. മനോഹർ നേരെ അവിടെ നിന്ന് നോക്കുമ്പോൾ മോളെ കാണുന്നുണ്ട്. സരയു ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനെ നോക്കുന്നുണ്ട്, ഫോണിൽ ആരെയും കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നേരെ സരയുവിൻ്റെ ശ്രദ്ധയില്ലെന്ന് തോന്നിയ സമയത്തേക്ക് മനോഹർ പെട്ടെന്ന് അങ്ങ് നടന്ന് കുഞ്ഞിൻ്റെ അടുത്ത് എത്തിയിട്ട് കുഞ്ഞിനെ എടുത്തിട്ട് കവിളിലൊക്കെ ഉമ്മ വയ്ക്കുവാണ്. പെട്ടെന്ന് അത് സരയു കാണുവാണ് കേട്ടോ. സരയു എഴുന്നേറ്റിട്ട് ഠാന്നും പറഞ്ഞ് അങ്ങ് വിളിക്കുവാണ്. എന്നിട്ട് പറയണ, എടാ എൻ്റെ കുഞ്ഞിനെ താടാ, എൻ്റെ കുഞ്ഞിനെ താടാന്നും പറഞ്ഞിട്ട് അടുത്തേക്ക് വരുമ്പോൾ മനോഹർ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുവാണ് കേട്ടോ. സരയു പിന്നാലെ ഓടുവാണ്. സരയു പിന്നാലെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മനോഹറും താഴേക്ക് തല വേദനിക്കുന്നുണ്ട്, അവൻ തലയിൽ കെട്ടിൽ പിടിച്ചിട്ടാണ് താഴേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ, അവൻ വന്ന ഓട്ടോ ഉണ്ടല്ലോ, ആ ഓട്ടോയിലേക്ക് അവൻ കയറിയിട്ട് വേഗം വണ്ടി എടുക്കുന്ന ഓരോ ഓട്ടോ പെട്ടെന്ന് എടുക്കുവാണ്. മോളേന്ന് പറഞ്ഞിട്ട് സരയു പിന്നാലെ ഓടുവാണ്. പിന്നെ കാണിക്കുന്ന സരയു അങ്ങ് കുഴഞ്ഞു വീഴുന്നതായിട്ടാണ് കേട്ടോ. പെട്ടെന്നൊരു അലർച്ചയും കേൾക്കുവാണ്. അലർച്ച മീൻസ് ഇത് ശരിക്കും സരയു കണ്ട സ്വപ്നമാണ് കേട്ടോ. അപ്പോൾ നേരെ അതിൻ്റെ അടുത്തോട്ട് ഓടി വരുവാണ് നമ്മുടെ ശാരി. മോളെയും തോളിലിട്ടുണ്ട്. എന്താ മോളേന്ന് ചോദിക്കുമ്പോൾ സരയുവിനൊരാശ്വാസം, കാരണം അമ്മയുടെ കയ്യിരിക്കുന്ന മോളെ കാണുമ്പോൾ ഒരു ആശ്വാസമാണ് കേട്ടോ. ഇത് കാണുമ്പോൾ കിട്ടുന്നൊരു ഭയങ്കര സന്തോഷവും തോന്നുന്നുണ്ട്. എന്താ മോളേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നേരെ കുഞ്ഞിൻ്റെ അടുത്തോട്ട് വന്നിട്ട് ശാരിയുടെ തോളെ കിടന്ന് കുഞ്ഞിനെ എടുക്കുവാണ് കേട്ടോ സരയു. സരയു നല്ലതായിട്ട് വിഷമവും ഒരു സങ്കടവും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലാണ് മുഖമൊക്കെ ഇരിക്കുന്നത്. എന്താ മോളെ, എന്താ ഉണ്ടായെന്ന് പറയാൻ ശാരി നിർബന്ധിക്കുമ്പോൾ സരയു പറയുകയാണ്, ഞാൻ അങ്ങനെ ഇരുന്ന സമയത്ത് എപ്പോഴും ഒന്ന് മയങ്ങിപ്പോയപ്പോൾ അപ്പോൾ ഒരു സ്വപ്നം കണ്ടു, ആ മനോഹർ ജയിലിൽ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നതായിട്ട് സ്വപ്നം കണ്ടു എന്ന് പറയാം.
അപ്പോൾ പറയാം അത് അവൻ ഹോസ്പിറ്റലല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല മോളെ എന്ന് പറയും. അപ്പോൾ ഒരുത്തൻ ജയിലിൽ നിന്ന് തലക്കടി മേടിച്ചിട്ടല്ലേ ഇവിടെ കൊല്ലാൻ വേണ്ടി വന്നില്ല, അതുപോലെയാണ് ഇപ്പോൾ ഇവനും വന്നിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ പറയാം ശാരി പറയാം, മോളെ നീ എന്തൊക്കെയാ പറയുന്നേ, നിൻ്റെ അച്ഛൻ്റെ അടി കൊണ്ടല്ലേ അവൻ ഇവിടെ വന്നത്, ഹോസ്പിറ്റലായിരിക്കുന്നത്, പിന്നെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറയുവാണ്. അപ്പോൾ മോളെ അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്ന് പറയാമല്ലോ, നിങ്ങൾക്ക് ഉറപ്പുണ്ടോ അവൻ ഇനിയിപ്പോൾ ICU എന്ന് വാർഡിലേക്ക് മാറും, അവൻ അത് കഴിഞ്ഞ് വന്ന് കുഞ്ഞിനെടുത്താലോ? ഇല്ല മോളെ അത് സംഭവിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവളിങ്ങനെ വയലൻസ് കാണിക്കട്ടെ. അപ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞിട്ട് ഷാരിക്ക് അങ്ങ് ടെൻഷനാവുകയാണേ. ഈ അവസ്ഥയിലേക്ക് എൻ്റെ മോള് പോവല്ലേ എന്നിങ്ങനെ ഷാരി മനസ്സിൽ വിചാരിക്കുവാണേ. അപ്പോൾ സരയു പറയാം, അല്ലേ എൻ്റെ മോൾ എൻ്റെ അടുത്ത് നിന്ന് പോയാൽ നിങ്ങളെൻ്റെ വളർത്തുമ്പോൾ മാത്രമല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. ശമ്പളം കിട്ടിയ ദിവസമായിട്ട് മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിച്ചു കൊടുക്കണം, അല്ലെ അവൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പോകും എന്ന് വെച്ച് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലൊക്കെ അവൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് വീണ്ടും അസുഖമായി എന്നുള്ളൊരു തോന്നലാണ് ഷാരിക്കുണ്ടായിരിക്കുന്നത്. പിന്നെ കാണിക്കുന്ന അവർ രണ്ടാളും കൂടി ജ്യൂസ് കുടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് സരയു ഷാരിയോട് ചോദിക്കുകയാണ്, ഇനി എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നും വേണ്ട മോളെ എന്ന് പറയണം. അപ്പോൾ ചോദിക്കുക, നിങ്ങൾക്ക് ജയിലിൽ പോകാൻ പേടിയുണ്ടോ? എന്താ മോളെ? അല്ല, ജയിലിൽ പോകാൻ പേടിയുണ്ടോ ഒരാളെ കൊന്നിട്ടെന്ന് ചോദിക്കുകയാണ്. എന്തിനാണ് മോളെ ഇങ്ങനെ ജയിലിൽ കിടക്കുന്നതും കൊല്ലുന്നതുമായ കാര്യങ്ങളൊക്കെ എപ്പോഴും പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ സരയു പറയുകയാണ്, ജയിലിൽ കിടക്കാനും കൊല്ലാനും പേടിയില്ലാത്തത് കൊണ്ടാണ്. എനിക്കിത് ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറ്റില്ല, കാരണം എനിക്ക് വേണ്ടിയിട്ടുള്ള കാവൽ അവിടെ ശക്തമായിരിക്കും, അതുകൊണ്ട് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്കാണെങ്കിൽ അങ്ങോട്ട് പോകാൻ കുഴപ്പമൊന്നുമില്ല. അവിടെ ചെന്നിട്ട് ICUവിൽ കയറിയിട്ട് അവൻ അനങ്ങാൻ പോലും പറ്റാതെ കിടക്കുന്നതാണ്, അവനങ്ങ് തീർത്ത് കളയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്ന് ചോദിക്കുകയാണ് സരയു. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൊല്ലാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഗുണ്ടകളെ വെച്ച് കൊല്ലിക്കുമോ, പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഷാരി പറയും, മോളെ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ടേബിൾ കൈ കൊണ്ടിങ്ങനെ അടിക്കുകയാണ്. നിങ്ങൾക്കല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനേ പറ്റൂ, ചുറ്റിനിരിക്കുന്ന ആൾക്കാരെല്ലാവരും ഇവിടെ നോക്കുന്നുണ്ട്. പക്ഷേ സരയു ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയാണ്. എൻ്റെ കുഞ്ഞ് അവനെ അച്ഛനായിട്ട് അംഗീകരിക്കാനോ അല്ല അവനെ കണ്ട് വളരാനുള്ള സാഹചര്യം ഉണ്ടാകരുത്, അതിന് വേണ്ടിയിട്ടാണ് അവൻ ഇല്ലാതാവണമെന്ന് പറയുന്നതെന്ന് സരയു പറയുവാണ്. പറഞ്ഞൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, മോളെ കൊണ്ട് അങ്ങ് പൊക്കോളൂ. അപ്പം മോൾ എങ്ങോട്ടാണ് പോകണമെന്ന് എനിക്ക് അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, നിങ്ങൾ മോളെ കൊണ്ട് പോകുമെന്ന് പറയുമോ. കുഞ്ഞിനെ കൊണ്ടുപോകുന്ന ഇങ്ങനെ കിടന്ന് ബഹളം വെച്ച് അവസാനം ഷാരി സൈ ഇട്ടിട്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ എന്താ ഇവളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, സരയുവിൻ്റെ ചിന്തയാണ് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സരയുവിനെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥ തന്നെയാണ്. ആ സരയിൽ നിന്നല്ല, ഏതൊരു മനുഷ്യനും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ മനോഹറിനെ കൊല്ലാൻ ഗുണ്ടകളെ ഏൽപ്പിക്കാനാണോ അതോ ഇനി വേറെന്തെങ്കിലും പ്ലാനിങ് ആണോ എന്നൊന്നും അറിയില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർ തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ, കാരണം ഇങ്ങനെയുള്ള റിവ്യൂസുകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്തൊക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെല്ലാം തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണേ.